കേരളത്തിൽ കാലവർഷത്തിന് മുന്നോടിയായുള്ള വേനൽ മഴ ശക്തമാകുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനിടയുള്ള സാഹചര്യത്തിലാണ് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയത്. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. നാളെയും വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് നിലവിലുള്ളത്. തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് വേനൽക്കാലത്ത് കൂടുതൽ സാധ്യതയെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. മെയ് 5 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും പരസ്യ ബോർഡുകൾ തകരാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാറ്റുള്ള സമയത്ത് മരങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും താഴെ നിൽക്കുന്നത് ഒഴിവാക്കണം. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ നിൽക്കുന്നത് അപകടകരമാണ്. മരക്കൊമ്പുകളിലോ വലിയ മരങ്ങൾക്ക് താഴെയോ അഭയം പ്രാപിക്കരുത്. മിന്നൽ സമയത്ത് ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും ഒഴിവാക്കേണ്ടതാണ്. വീടുകളിൽ മിന്നൽ രക്ഷാ ചാലകം സ്ഥാപിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും. ഇടിമിന്നൽ തുടങ്ങുന്ന സമയത്ത് തന്നെ വൈദ്യുതോപകരണങ്ങളുടെ പ്ലഗുകൾ ഊരിയിടാൻ ശ്രദ്ധിക്കണം. സർജ് പ്രൊട്ടക്ടറുകൾ ഘടിപ്പിക്കുന്നത് ഉപകരണങ്ങൾ കേടാകാതിരിക്കാൻ സഹായിക്കും. ഗൃഹോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നനഞ്ഞ കൈകൾ ഉപയോഗിക്കരുത്. കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴാനും സാധ്യതയുണ്ട്. അതിനാൽ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി KSEB സെക്ഷൻ ഓഫീസിലോ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക. യാതൊരു കാരണവശാലും പൊട്ടിക്കിടക്കുന്ന കമ്പികളിൽ തൊടരുത്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഗതാഗത തടസ്സങ്ങൾക്കും പകർച്ചവ്യാധി ഭീഷണി ഉയർത്താനും സാധ്യതയാകും. വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ കൃഷിയിടങ്ങളിലും ജാഗ്രത വേണം. എന്തായാലും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് മഴ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതും KSEBക്ക് അനുകൂലമായി. എങ്കിലും മഴയോടൊപ്പമുള്ള ശക്തമായ കാറ്റ് വൈദ്യുതി വിതരണ ശൃംഖലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്.